But in this case, he supported me. Like said, I understand what you're saying. And I feel the same. എൻ്റെ അച്ഛനോടൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ക്ഷമിക്കാൻ പറ്റുള്ളൂ, സംസാരിക്കാൻ പറ്റും, നാളെ ഇരുന്ന് ചായ കുടിക്കാൻ പറ്റും, അയാൾ ചെയ്തൊക്കെ അയാളോട് മുഖത്തോക്കി ചോദിക്കാൻ പറ്റും. ആ സ്പേസ് ഞാൻ ഉണ്ടാക്കിയെടുത്തെന്നാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ട് എൻ്റെ അച്ഛൻ്റെ പേര് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ he did very wrong. കാണുന്ന എല്ലാ പുരുഷന്മാരും പീഡിപ്പിക്കാൻ പറ്റുന്നവരാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഇടപെടാൻ പറ്റും? ഇല്ല. I have to sit with them, I have to talk to them. When they will do something wrong, I will address. അപ്പോഴും എനിക്ക് കുറ്റബോധം ഉണ്ടാകും കേട്ടോ. ദൈവം ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുക, ഇങ്ങനെയൊക്കെ ആൾക്കാരെ കുറിച്ച് ചിന്തിക്കാൻ പാടില്ല, പക്ഷേ ഞാൻ ഭയങ്കര സെൽഫിഷാന്ന് എനിക്ക് തോന്നും. ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് ഞാൻ സെൽഫിഷാന്ന്, മനസ്സിലായി? അല്ലാതെ എന്നെ അടിച്ച പുരുഷന്മാരെയൊക്കെ ഞാൻ തേജോവധം ചെയ്തു അങ്ങനെയല്ല. എന്നെ അടിച്ചാൽ തിരിച്ചടിക്കുക, അത്രേ ഉള്ളൂ. ഷിംജിതനെ ഇനി തിരുത്തി നല്ലതെന്ന് പറയാനുള്ള സ്പേസ് പോയി, അത് കളഞ്ഞു. ഏതെങ്കിലും ഒരു സ്പേസിൽ ഞാൻ ആഗ്രഹിച്ചിരിക്കുന്നു, ഇപ്പോഴും ആഗ്രഹിക്കുമായിരുന്നു ദീപക് ജീവിച്ചിരുന്നത്. ഞാനൊന്നും ഞാൻ പറഞ്ഞൊന്നും തിരുത്തി പറയില്ല കേട്ടോ. ആ ജസ്റ്റേഴ്സ്, ആ മൂമെൻറ്റ്സ്, അയാൾ ബാക്കിലേക്ക് വന്നത്, അഡ്രസ്സ് ചെയ്യാതെ പോയത്, ഷിംജിത അത് ചെയ്തതിൻ്റെ കോൺഫിഡൻസ്, ഇതിലൊക്കെ അവിടെ ഒരു പ്രവൃത്തി നടന്നു എന്നുള്ളത് ഞാൻ കൺവിൻസ്ഡ് ആണ്. ദീപക്കിന് കൊടുത്ത സ്പേസ് വേടന് കൊടുത്തില്ല. മീറ്റു കൊടുത്തതല്ലാതെ കുട്ടി മറ്റേ കേസിന് പോയില്ല. വേടൻ എൻ്റെ അമ്മാവൻ്റെ മോനോ എൻ്റെ കൂട്ടുകാരനെ കാമുകനൊന്നുമില്ല. എനിക്ക് അയാളായിട്ട് ഒരു പേഴ്സണൽ ബന്ധമില്ല. ഈ സ്പേസുകളിലൊക്കെ ഞാൻ അങ്ങനെയാണ് പുരുഷ വിരോധിയാവുന്നത്. ഇപ്പം ഈ സൈബർ ബുള്ളിങ് ഉണ്ടായതോടെ അതിനെങ്ങനെയായിരുന്നു ഡീൽ ചെയ്ത്? ഒരു മാനസിക സമ്മർദ്ദം അവിടെ എത്രമാത്രം ഉണ്ടായിരുന്നു? ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ മെൻ്റലി നമ്മൾ അതിനെങ്ങനെ ഡീൽ ചെയ്തു? തുടക്കം ഞാൻ ചർച്ചയ്ക്ക് പോയ സമയത്തെ ഞാൻ പറഞ്ഞു, സ്ത്രീയുടെ പുരുഷൻ്റെ എന്നുള്ള സ്പേസ് അല്ല, അഡ്രസ്സ് ചെയ്യാത്തൊരു സ്പേസിനെ മാത്രമേ ഞാൻ അഡ്രസ്സ് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞു. അവിടുന്ന് പിന്നെ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് എൻ്റെ ആകെ ഒരു സമാധാനം ഉണ്ടായെന്ന് പറഞ്ഞാൽ, മോസ്റ്റ്ലി എൻ്റെ ബ്രദർ ഒരു പാർഷ്യലി മാത്രമേ എൻ്റെ കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യാറുള്ളൂ. എന്നിട്ട് എന്തെങ്കിലും കുറ്റം പറയാനുണ്ട്, ചേച്ചി അതങ്ങനെ ചെയ്യേണ്ടായിരുന്നു, ഇതിങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ. ബട്ട് ഇൻ ദിസ് കേസ് ഹി സപ്പോർട്ടഡ് മീ. ലൈക്ക് സെഡ്, I understand what you're saying and I feel the same. അതുകൊണ്ട് എനിക്ക് ഇത്ര നാളും ചേച്ചി എങ്ങനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലായിരുന്നു. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ഐം ഡൂയിങ് സംതിങ്. ഇന്നലെ പറഞ്ഞപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞു, മാൻ ഐം പീസ്ഫുൾ, ഐം ഹാപ്പി. ഐ ജസ്റ്റ് നീഡ് മൈ സപ്പോർട്ട്. ഐ നോ ദാറ്റ് ഐ വിൽ ക്ലിയർ. എനിക്കറിയാം ജനങ്ങൾക്ക് മിസ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, ബട്ട് ഐ ക്യാൻ ക്ലിയർ ഇറ്റ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് അവൻ സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് എനിക്കതിനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയത്. അതേസമയം എൻ്റെ പേഴ്സണൽ സ്പേസിൽ വേറെ സ്പേസുകളിൽ ഇതേ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ സൈബർ ബുള്ളിങ് ഞാൻ കമൻറ്റ് ആദ്യം 1-2 പ്രാവശ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി എന്താ നടക്കുന്നതെന്ന്. അറിഞ്ഞോ ഞാൻ പെട്ടു, ഞാൻ വീണ്ടും പെട്ടു, അങ്ങനെയൊക്കെ പറയുന്നു. അപ്പൊ അത് ശരിക്കും ഐ ഡോണ്ട് മൈൻഡ്. എനിക്ക് ആളുകളെ കാണാൻ പറ്റും, നമ്മുടെ സമൂഹത്തെ കാണാൻ പറ്റും. ഐ ക്യാൻ സീ പീപ്പിൾ വെൻ ദേ റിയാക്ട്. ദാറ്റ്സ് വാട്ട് ഐ തിങ്ക്. സോ തിയേറ്റർ ഇസ് സംതിങ് എവ്രിവെയർ. ഞാൻ വിശ്വസിക്കുന്ന എല്ലാ ജനങ്ങൾക്കിടയിലും തിയേറ്റർ വർക്ക് ചെയ്യുന്നുണ്ടെന്നൊക്കെയാണ്. മനസ്സിലായി? നമ്മുടെ ഈ ഒരു സ്റ്റേജ് പോലും ഒരു സ്റ്റേജാണ്. നമ്മളുടെ എല്ലാം ഇപ്പോഴത്തെ ഒരു സംസാരം പോലും നാളത്തേക്കിന് അതൊരു പെർഫോമേറ്റീവ് സ്പേസിൽ പറയുന്നതാണ്. ഇങ്ങനെയൊക്കെ കരുതുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ജീവിതമേ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അത് മനഃപൂർവ്വം എന്നെ ഫോഴ്സ് ചെയ്ത് ചെയ്യിക്കുന്നൊന്നുമല്ല. ദാറ്റ് ഈസ് ഹൗ ഐ ആം. ഇങ്ങനെയാണ് ഞാൻ. അല്ലെങ്കിൽ അപ്പം എന്നെ ആൾക്കാർ ചീത്തയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വളരെ ഹാപ്പിയാണ്. എനിക്കങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. ആരെന്ത് പറഞ്ഞാലും മനുഷ്യന്മാരുടെ തലച്ചോറിൽ അവർക്ക് തോന്നുന്നതാണ് അവർ പറയുന്നത്. എനിക്കിതേ ആവാൻ പറ്റും, ഞാൻ ഇങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് എപ്പോൾ വേണേലും, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എന്നോട് ചോദ്യം ചോദിക്കുക, ഞാൻ ആൻസറബിൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഞാൻ ഇങ്ങനെ തന്നെ ജീവിക്കണമെന്ന് നിങ്ങൾക്ക് ആവശ്യപ്പെടാൻ പറ്റില്ല. അത്രേ ഉള്ളൂ. ഐ എം ആൻസറബിൾ ടു തിങ്സ്. But that doesn't mean that you can force me to leave this way or that way, and direct me with this. അത് പേഴ്സണൽ സ്പേസിലൊക്കെ ഞാൻ എടുക്കും. I respect and I'll understand. എന്നെ മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ. അതർവൈസ് ഐ വിൽ ഗെറ്റ് ഒഫൻഡഡ്. ഐ വിൽ ഹാവ് മൈ ഓൺ ഓരോ എനിക്ക് എൻ്റെ ചിന്തയുണ്ട്, എൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്, എൻ്റെ ജീവിതമുണ്ട്. ഇത്രയേ ഉള്ളിലും അങ്ങനെ ജീവിച്ചോളാം. ഞാൻ ഭയങ്കര ഹാപ്പി. ആരും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഐ എം വെരി ഹാപ്പി. ഇപ്പം ഒരു ഇന്റർവ്യൂല് പറയുന്നുണ്ട് 28 അത്രയോ കേസുകൾ കൊടുത്തിട്ടുണ്ട്, ആൻഡ് അച്ഛനെതിരെ പോലും കേസുകൾ കൊടുത്തിട്ടുണ്ടെന്നുള്ള. എനിക്ക് തോന്നുന്നു അത് പറഞ്ഞതുപോലും ആളുകൾ ചിലപ്പോൾ എടുത്തത് ഒരു പുരുഷ വിരോധി എന്നുള്ളൊരു ലേബലായിരിക്കും. അതിനോട് എന്താ പറയാനുള്ളത്? അവൻ്റെ അച്ഛനെ ഞാൻ സംസാരിക്കാറൊക്കെ ഉണ്ട്. അങ്ങനെ എന്നോട് ആരെങ്കിലും ലോകത്തിൽ പറയാം അബ്യൂസ് ചെയ്തൊരു മനുഷ്യനെ കുറിച്ച് ഇങ്ങനെയൊക്കെ. എൻ്റെ അച്ഛനോടൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ക്ഷമിക്കാൻ പറ്റുള്ളൂ, സംസാരിക്കാൻ പറ്റും, നാളെ ഇരുന്ന് ചായ കുടിക്കാൻ പറ്റും, അയാൾ ചെയ്തൊക്കെ അയാളോട് മുഖത്തൊക്കെ ചോദിക്കാൻ പറ്റും. ആ സ്പേസ് ഞാൻ ഉണ്ടാക്കിയെടുത്തെന്നാണ് ഞാൻ പറയുന്നത്. ആൻഡ് യു ഹാവ് ടു ബിലീവ് മീ ദാറ്റ് ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം വിത്ത് എനിബഡി. എന്തുകൊണ്ട് ഞാൻ ആരുടെയും പേര് പറയാത്തത്? എന്തുകൊണ്ട് എൻ്റെ അച്ഛൻ്റെ പേര് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഹീ ഡിഡ് വെരി റോങ്. എനിക്ക് ഇപ്പോഴും തോന്നുന്നത് ആ പൊസിഷനിലിരുന്ന ഒരു വ്യക്തി, അതായത് അച്ഛൻ എന്നൊക്കെ ഇരിക്കുന്ന ഒരു പൊസിഷനിൽ അങ്ങനെ ഇരുന്നിട്ടൊന്നും ആരും ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിനെ അങ്ങനെ അഡ്രസ്സ് ചെയ്തത്. പുള്ളിക്കാരൻ എന്നോട് ക്വസ്റ്റ്യനും ചോദിച്ചു, പുരുഷനും അങ്ങനെ. ഞാൻ പറഞ്ഞ ഞാൻ 5 വയസ്സ് മുതൽ ഈ ഒരു സ്പേസുകളൊക്കെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള സ്പേസുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ എൻ്റെ കുട്ടി പോലും അതിലേക്കൂടെ പോകാവുന്നതായിരുന്നു. എനിക്കുണ്ടായ സ്പേസ് വെച്ചിട്ട് ഒബ്സർവ് ചെയ്തിട്ടാണ് കുട്ടിയെ ഹോൾഡ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ട്? എനിക്ക് ആ സ്പേസുകളൊക്കെ ഉണ്ട്. ഒരു രാത്രിയിൽ ഒരു 15 മിനിറ്റ് അമ്മൂനെ ഞാൻ കണ്ടില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ പാനിക്കായി താഴെ വീഴും.
ദാറ്റ് ഈസ് ദേർ യുനോ. അവരുടെ അമ്മയുടെ പാനിക് അറ്റാക്ക് ഒക്കെ എനിക്കുണ്ട്, ആ സാധനങ്ങളൊക്കെ ഉണ്ട്. ദാറ്റ് ഡസൻ മീൻ ദാറ്റ് കാണുന്ന എല്ലാ പുരുഷന്മാരും പീഡിപ്പിക്കാൻ പറ്റുന്നവരാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഇടപെടാൻ പറ്റും, ഇല്ല. I have to sit with them, I have to talk to them. When they will do something wrong, I'll address. Up to that time എന്നെ സംബന്ധിച്ചിടത്തോളം താനും എൻ്റെ കുഞ്ഞും ഏത് പുരുഷന്മാരും ഏത് മനുഷ്യന്മാരും ഒരുപോലെ എൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോൾ ഐ ഡോണ്ട് നോ ഹൗ ടു റെസ്പോണ്ട് ടു സൈബർ ബുള്ളിങ്. ആൻഡ് അച്ഛൻ്റെ കാര്യം, പീഡനങ്ങളൊക്കെ, ഞാനതൊക്കെ വളരെ, ഞാൻ പറഞ്ഞൊരു ഇൻസിഡൻ്റ് ആയിട്ടാണ്. ഇന്നലെ ഞാൻ വീണിരുന്നു, എൻ്റെ തലയിൽ ഒരു തേങ്ങ വീണു എന്നൊക്കെ പറയുന്ന പോലെയാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം എന്തോ പോലെ എനിക്കിത് ഇങ്ങനൊരു കാര്യം ഉണ്ടായി, ഞാൻ അതിനെ അഡ്രസ്സ് ചെയ്തു. ഇവരുടെയൊക്കെ പേര് കേസ് കൊടുത്തു, ഇവരെയൊക്കെ ഹ്യൂമിലിയേറ്റ് ചെയ്തു, ഇപ്പോഴും അവരെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇതിനപ്പുറത്തേക്കൊരു ശിക്ഷ ഞാൻ അവർക്ക് എന്താ കൊടുക്കേണ്ടത് ഈ സമൂഹത്തിൽ? തല്ലിക്കൊല്ലണോ? എന്നെ കൊണ്ട് പറ്റത്തില്ല. അവരെ ഇടിക്കണോ? എന്നെ കൊണ്ട് പറ്റില്ല. സോ ഐം സേയിങ് ഐം അഡ്രസ്സിങ് ഇറ്റ് ആൻഡ് ഐം സേയിങ് ബി കെയർഫുൾ, കിഡ്സ് വിൽ അഡ്രസ് ഇറ്റ് ആൻഡ് യു വിൽ ഗെറ്റ് ഹ്യൂമിലിയേറ്റഡ്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം നിങ്ങൾക്ക് തന്നെ കിട്ടും, അന്നേ ഞാൻ പറയുന്നുള്ളൂ. സോ ഞാൻ എന്തുകൊണ്ട് അഡ്രസ്സ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, നാളെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ അഡ്രസ്സ് ചെയ്യുള്ളൂ, കൂളായിട്ട് അഡ്രസ്സ് ചെയ്യും. നാളെ ഒരു പ്രശ്നമില്ല, എൻ്റെ അച്ഛനെ ഇങ്ങനെ ചെയ്യുന്നു, അല്ലല്ല അപ്പുറത്തെ വീട്ടിലെ ടീച്ചർ അല്ലെ മറ്റേത്, അത് ഇങ്ങനെ പറയും. ഇങ്ങനെ പറയുന്നൊരു ലോകം ഉണ്ടാവും. അപ്പം നിങ്ങൾ വിചാരിക്കും അയ്യോ പേടി പോയി, ഇനിയിപ്പം പേടിപ്പിക്കുന്ന സുഖമില്ലല്ലോ. പേടി പോയി കഴിഞ്ഞാൽ പിന്നെ പേടിപ്പിച്ചിട്ട് എന്ത് കാര്യം? പേടിക്കണം, പേടിപ്പിക്കാൻ ഭയക്കണം, ഉൾവലിവുണ്ടാവണം, എന്നാലേ ഉള്ളൂ. അല്ലെങ്കിൽ നീ ഭയങ്കര I don't know man, this is everyone knows. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കാര്യങ്ങൾ ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. കാലങ്ങളായി എഴുതിയ ലിറ്ററേച്ചർ സ്പേസുകൾ, സിനിമകളിൽ, നമ്മൾ പറയുന്ന പ്രസംഗങ്ങളിൽ, നമ്മുടെ രാഷ്ട്രീയ സ്പേസുകളിൽ, മതങ്ങളിൽ എല്ലാം പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഞാനിതൊരു കാര്യം പറയുമ്പോൾ തന്നെ ഒരു പുതിയ കാര്യം പോലെ ആൾക്കാർ കേൾക്കുന്നത് എനിക്ക് മനസ്സിലാവില്ല. എവിടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, എങ്ങോട്ടാണ് നമ്മൾ സോറി സഭ്യതയുടെ ഭാഷയിൽ സംസാരിക്കട്ടെ, ചിന്ത എങ്ങോട്ടാണ് പോകുന്നത്? Okay, anyway. So this is how I see things. I'm very light because being a performing ആർട്ടിലേക്ക് വരുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഒരു നമ്മളൊരു പെർഫോമർ ആണ്, ബോഡി പെർഫോമേറ്റീവ് ആണ് എന്ന് തിരിച്ചറിയുന്നൊരു സമയമുണ്ടല്ലോ, അവിടെ മുതൽ നമ്മുടെ എനിക്ക് വേറെയാണ്. സോ ബേസിക്കലി അങ്ങനെയുള്ളൊരു പെർഫോമേറ്റീവ് ബോഡിയിൽ ഇപ്പം ഞങ്ങൾ തിയേറ്ററൊക്കെ ചെയ്യുന്ന സമയത്ത് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിക്കാറുണ്ട്, കാലുകുഞ്ഞു കൊടുക്കാറുണ്ട്, തൊടാറുണ്ട്, വലിക്കാറുണ്ട്, എടുക്കാറുണ്ട്. അവിടെ ഒന്നും നമ്മളുടെ സ്പേസിൽ നമുക്കറിയാം. അതിന് മാറി നമ്മളെ അവർ തൊടുമ്പോൾ നമ്മൾ പറയാം അത് മാറിയാണ് തൊട്ടത്, അല്ലെങ്കിൽ റോങ് ആയിട്ടാണ് തൊട്ടത്, അതിനെ അഡ്രസ്സ് ചെയ്യും. അല്ലാതെ അവരെ പീഡിപ്പിക്കുകയോ അല്ലെ പോയി ഇടിച്ചോ. എനിക്ക് പേഴ്സണലി അറിയാവുന്ന എൻ്റെ സുഹൃത്തുക്കൾക്ക് തന്നെ അറിയാം ഞാൻ എങ്ങനെ ഇടപെടുന്നതെന്ന്. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് മെജോറിറ്റി ഓഫ് പീപ്പിൾ ദാറ്റ് വിൽ സേ ദാറ്റ് I humiliated them in a way that അവിടെ ഒരുപാട്, അതായത് എനിക്ക് എണ്ണാൻ പറ്റാത്തത്ര സ്പേസുകൾ ഞാൻ വളരെ ഡീസൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്ത് പെരുമാറി അവരോട് അവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അഡ്രസ്സ് ചെയ്ത് ചിരിച്ചിട്ടൊക്കെ ഇറങ്ങി പോന്നിട്ടുണ്ട്. ബിക്കോസ് എൻ്റെ ബോഡി താൻ കാണുന്നതിലും മേലെയാണ്, അങ്ങനെയാണ് ഞാൻ കരുതുന്നത്. എൻ്റെ ബോഡി ഒരു പുരുഷൻ വന്ന് തൊട്ടാടുടനെ ഇനിയിപ്പോൾ ഫ്രജൈലായിട്ട് അയ്യോ ഉരുകിപ്പോകുന്നതോ അല്ലെങ്കിൽ എനിക്ക് കളങ്കപ്പെടുന്നതായിട്ടോ ഒന്നുമില്ല. എൻ്റെ ശരീരം പുരുഷൻ്റെ ശരീരം പോലെ തന്നെയാണ്. കുറച്ച് അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഫ്ലഷ് കൂടുതലുണ്ട്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പേഴ്സണൽ സ്പേസിലുള്ള പ്ലഷറിനുള്ള സ്പേസാണ്. അല്ലാതെ എനിക്ക് എല്ലാ പബ്ലിക് സ്പേസിലും ആ സ്പേസുകളെല്ലാം പ്ലഷർഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണെന്ന് പറഞ്ഞാൽ പ്രൊജക്റ്റ് ചെയ്യാൻ താല്പര്യമില്ല. ബിക്കോസ് എൻ്റെ ബ്രസ്റ്റിൻ്റെ ബംപ് ഇതിനൊക്കെ യൂസ് ഉണ്ട്, അതായത് സെക്ഷൽ അല്ലാത്ത യൂസുകളുണ്ടല്ലോ. എൻ്റെ കുട്ടീനെ ഫീഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ ഡേ ടു ഡേ ലൈഫിൽ ചെയ്യുന്ന എൻ്റെ പ്രോസസ്സുകളെല്ലാം എൻ്റെ പേഴ്സണൽ പ്രൈവറ്റ് പാർട്ടുകളിൽ നിന്നാണ് നടക്കുന്നത്. സോ ദിസ് ഇസ് ഓൾ ലൈക്ക് വൈ പീപ്പിൾ ആർ സോ മച്ച് ലൈക്ക് ഇതാണ് നമ്മൾ ഒബ്ജക്റ്റിഫൈ ചെയ്യപ്പെടുക എന്ന് പറയുന്നൊരു സ്പേസിലേക്ക് സ്ത്രീ എത്തി. എല്ലായിടും ഒരേ കാഴ്ച, സ്ത്രീയുടെ ശരീരം വരച്ച് ഒരു കലാകാരൻ പോലെ ഒരു ന്യൂഡ് പടം വരച്ച് കഴിയുമ്പോൾ ആഹാ എത്ര മനോഹരം സ്ത്രീയുടെ ശരീരം. എന്താണ് എനിക്ക് പുരുഷൻ്റെ ശരീരം അത്രയും മനോഹരമായിട്ട് തന്നെ തോന്നാറുണ്ട്. അല്ലാതെ സ്ത്രീയുടെ ന്യൂഡിറ്റിയിലാണ് എനിക്ക് ഭയങ്കര അങ്ങനൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. വെൻ ഐ മേക്ക് മൈ ബോഡി പെർഫെക്റ്റ് ആൻഡ് ഗുഡ് ദാറ്റ് മീൻസ് ഐ എം ബീങ് ഗുഡ് ഫോർ മൈ സെൽഫ്. അല്ലാതെ ഞാൻ എന്നെ പ്രദർശിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു വസ്തുവായിട്ട് വളർത്തുകയാണ് ചെയ്യുന്നത്, അല്ലല്ലോ. എന്താണിത് എനിക്കറിയത്തില്ല. എനിക്ക് ആ ഒരു തലച്ചോറ് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്കൊന്ന് 10 വർഷം മുമ്പായിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ കൂരിട്ട് ചിന്തിച്ച് മനഃപൂർവ്വം ഞാനതിൽ അപ്പോഴും എനിക്ക് കുറ്റബോധം ഉണ്ടാകും കേട്ടോ. ദൈവം ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുക, ഇങ്ങനെയൊക്കെ ആൾക്കാരെ കുറിച്ച് ചിന്തിക്കാൻ പാടില്ല, പക്ഷേ ഞാൻ ഭയങ്കര സെൽഫിഷാന്ന് എനിക്ക് തോന്നും. ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് ഞാൻ സെൽഫിഷാന്ന്, മനസ്സിലായി. അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം ഞാൻ വിചാരിക്കും നോ എന്നെ കൊണ്ട് അത് പറ്റത്തില്ല. അങ്ങനെ ചെയ്താൽ ഞാൻ തെറ്റാ ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് എനിക്കറിയാം. ഞാൻ കാണിക്കുന്ന ഒരാളോട് ദ്രോഹമാണെന്ന് എനിക്കറിയാം. എന്നും പറഞ്ഞാൽ എന്നോട് വൃത്തിയോട് കാണിക്കുന്ന ആൾക്കാരോട് ഞാൻ കണ്ണടച്ച് ഇറങ്ങിയൊന്നും പോരാറില്ല. ഞാൻ പറയാറുണ്ട് നിങ്ങൾ എന്നോട് കാണിച്ചത് വൃത്തികേടാണ്, നിങ്ങൾ കാണിച്ച ഈ സ്പേസുകളിൽ എനിക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ അടിക്കേണ്ടതാണെങ്കിൽ ചിലപ്പോൾ അടിച്ചെന്നിരിക്കും, എന്നെ വാങ്ങിക്കേണ്ടതാണെങ്കിൽ ഞാൻ വാങ്ങിച്ചെന്നിരിക്കും. അല്ലാതെ എന്നെ അടിച്ച പുരുഷന്മാരെയൊക്കെ ഞാൻ തേജോവധം ചെയ്തു അങ്ങനെയല്ല. എന്നെ അടിച്ചാൽ തിരിച്ചടിക്കും, അത്രേ ഉള്ളൂ. എന്നെ അടിക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ ഞാൻ അടിച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പം ആണെങ്കിൽ എന്നെ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ വെയിറ്റ് ചെയ്യും തിരിച്ചടിക്കാതെ, റിസ്ക് എടുക്കാൻ വേണ്ടല്ലോ.
ആരോഗ്യമില്ല ശരീരമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയാം ക്ഷമിച്ചിരിക്കുന്നു പോട്ടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ബിക്കോസ് യു ഹാവ് ടു റെസ്പോണ്ട് ഇൻ ഡിഫറെൻറ്റ് വേസ് മാൻ. യു നോ, ഈ റിപ്പറ്റേഷൻ ഓഫ് റെസ്പോൺസ് ആണ് ഈ ആൾക്കാർ പറയുന്നത്. ഞാൻ ഷിംജിതയുടെ കാര്യത്തിൽ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഷിംജിതനെ ഇനി തിരുത്തി നല്ലതെന്ന് പറയാനുള്ള സ്പേസ് പോയി, അത് കളഞ്ഞു. അതായത് സമൂഹം തന്നെ കുറേ കൺക്ലൂഷനിലെത്തി. കുറേയൊക്കെ പകുതി പേരോട് സംസാരിച്ചപ്പോൾ ആൾക്കാർ എന്നോട് പറഞ്ഞാണ്, മീഡിയ ഒക്കെ ആദ്യം മുതലേ പറഞ്ഞില്ലേ അങ്ങനെ ചെയ്തതാണ്, അപ്പം അത് കള്ളത്തരമാവത്തില്ലല്ലോ. അത്ര ഞാനും പറഞ്ഞുള്ളൂ. മീഡിയ ഒക്കെ ആദ്യം മുതലേ പറഞ്ഞിരുന്നതാണ്. ഇനിയിപ്പം ജനങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഇനി ഷിംജിത ഏതെങ്കിലും ഒരു സ്പേസിൽ ഞാൻ ആഗ്രഹിച്ചിരിക്കുന്നു, ഇപ്പോഴും ആഗ്രഹിക്കുമായിരുന്നു ദീപക് ജീവിച്ചിരുന്നിരുന്നു. ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ദീപക് മരിക്കാൻ. ഈ ഒരു വിഷയത്തിൽ ദീപക് മരിക്കരുതായിരുന്നു എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഇത് പറയാൻ അയാൾ മാത്രമേ ഉള്ളൂ. അയാൾ പോയി. അയാളല്ലാതെ വേറെ ഒരു മനുഷ്യനെ എനിക്കിതിനകത്ത് വിശ്വാസമില്ല. അയാൾ ചിലപ്പോൾ പറഞ്ഞതിനാ സത്യം. ഈ പറയുന്ന ഒരു മനുഷ്യനെ ഇൻക്ലൂഡിങ് ദ ഫാമിലി, നോ, നൺ ഓഫ് ദം, ഐ ഡോണ്ട് ബിലീവ് ഇൻ എനിബഡി. ആ മനുഷ്യൻ പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ വിശ്വസിച്ചേനായിരിക്കും. കാരണം അയാൾ എത്ര കണ്ട് ഈ സ്പേസ് ഒക്കെ ഉള്ളാലും അയാൾക്കൊരു നെയ്വ് ബോഡി ലാംഗ്വേജ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ ചിലപ്പോൾ സമ്മതിച്ചേനെ. ഞാനൊന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞൊന്നും തിരുത്തി പറയില്ല കേട്ടോ. ആ ജസ്റ്റേഴ്സ്, ആ മൂമെൻറ്റ്സ്, അയാൾ ബാക്കിലേക്ക് വന്നത്, അഡ്രസ്സ് ചെയ്യാതെ പോയത്, ഷിംജിത അത് ചെയ്തതിൻ്റെ കോൺഫിഡൻസ്, ഇതിലൊക്കെ അവിടെ ഒരു പ്രവൃത്തി നടന്നു എന്നുള്ളത് ഞാൻ കൺവിൻസ്ഡ് ആണ്. അവിടെ ഒരു ആക്ഷൻ ബുദ്ധിമുട്ടിക്കാനോ അല്ലെ പ്രൊവോക്കേറ്റീവ് ആയിട്ടുള്ളത് നടന്നു എന്നുള്ളതിൽ ഞാൻ കൺവിൻസിങ് ആണ്. അത്രയും ഞാൻ പറഞ്ഞത്. അതിൻ്റെ കോമൺ സെൻസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇത്രയും കാര്യം ചിന്തിച്ചിട്ടാണ് പറയുന്നത്. അല്ലാതെ ഷിംജിത സ്ത്രീ, ദീപക് പുരുഷൻ, നോ നോ നോ, അങ്ങനൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ആൾക്കാർ ചോദിച്ചു വേടനെ എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്? വേണ്ട കാര്യത്തിൽ ഞാൻ സെയിം സാധനം തന്നെ പറഞ്ഞത്. നിങ്ങൾ എന്തുകൊണ്ട് ദീപക്കിന് കൊടുത്ത സ്പേസ് വേടന് കൊടുത്തില്ല? മീറ്റു കൊടുത്തതല്ലാതെ കുട്ടി മറ്റേ കേസിന് പോയില്ല, കേസ് കൊടുത്തില്ലല്ലോ. അല്ലാതെ അയാളെ കേസിൽ വലിച്ചിട്ട് ദീപക് മറ്റേ വേടനെ കൊണ്ടുവന്ന് അവിടെ പോലീസ് സ്റ്റേഷനിൽ അവർ അപ്പോഴും നിർത്തിയില്ല. സോ ദേ യൂസ്ഡ് എ ടൂൾ ടു എക്സ്പോസ് ചെയ്യും. അത്രേ എനിക്ക് തോന്നിയുള്ളൂ. അതിനപ്പുറത്തേക്കൊരു മൂവ് ഉണ്ടായിരുന്നെങ്കിൽ അവരെ സപ്പോർട്ടിങ് ചെയ്തുകൊണ്ട് നിന്നതൊക്കെ ഫെമിനിസ്റ്റിക് സ്പേസുകളൊക്കെ ആയിരുന്നു. വൈ ഷി ഡിഡ്ന്റ് ഡു? എന്തുകൊണ്ട് അവർ കേസിന് മുന്നോട്ട് പോയില്ല? എന്തുകൊണ്ട് അവർ ഇത്രയും സെലിബ്രിറ്റി ആയിട്ട് അല്ലെങ്കിൽ ആ സ്പേസിൽ ആൾക്കാർ തിരിച്ചറിഞ്ഞ് നിൽക്കുന്ന വേടനെ എന്തുകൊണ്ട് എക്സ്പോസ് ചെയ്തില്ല? ഒരു മീറ്റൂല് കഴിഞ്ഞു പരിപാടി. അതല്ല. അപ്പം ദർ ഇസ് ബയസ്. അല്ലെങ്കിൽ ഈ പറയുന്ന ഡബിൾ സ്റ്റാൻഡേർഡ്, നമ്മുടെ തന്നെ ചിന്തയെ നമ്മൾ ചിന്തിക്കുന്ന പോലെയാണ് ഈ പറയുന്ന ബയസ് എന്ന് പറഞ്ഞത്. നമ്മൾ നമ്മുടെ സ്ഥാനത്തിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഡബിൾ സ്റ്റാൻഡേർഡ്, പറഞ്ഞ കാര്യങ്ങൾക്ക് രണ്ട് സ്പേസിൽ രണ്ട് രീതിയിലുള്ള സ്റ്റാൻഡ്. ഇതൊക്കെ കാണുന്നുണ്ട്. ഇത്രയും ഞാൻ ചോദ്യം ചെയ്തുള്ളൂ. അല്ലാതെ വേടൻ എൻ്റെ അമ്മാവൻ്റെ മോനോ എൻ്റെ കൂട്ടുകാരനെ കാമുകനൊന്നുമില്ല. എനിക്ക് അയാളായിട്ട് ഒരു പേഴ്സണൽ ബന്ധമില്ല. അയാളൊരു മ്യൂസീഷ്യനാണ്. അയാൾ പറഞ്ഞ രാഷ്ട്രീയത്തെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. അയാൾ ചെയ്ത സ്പേസിനെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. എൻ്റെ ചിന്തയിലുള്ള ക്ലാരിറ്റി എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. കാരണം ഞാൻ ഈ പറയുന്ന സ്പേസിലല്ല ആളുകൾ ചിന്തിക്കുന്നത്. അവരുടെ തലച്ചോറിൽ നിന്നാണ് അവർ ചിന്തിക്കുന്നത്. ഞാൻ എൻ്റെ തലച്ചോറിൽ നിന്ന് ചിന്തിച്ച് പറയുന്നു. ദിസ് ഈസ് എ വെരി ഡിഫറെൻറ്റ് സ്പേസ്. അത് ഒരിക്കലും എത്തിപ്പെടത്തില്ല. അല്ല ഞാൻ പഠിക്കണം ഇനി, അല്ല ഓരോരുത്തർ പേഴ്സണലി പോയി കണ്ടിട്ട് ഒരാളോട് പറയുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാവും തന്നെ. അല്ലാണ്ട് ഒരു കോമൺ സ്പേസിൽ ഒരു ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചു കഴിയുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു അബ്സേർഡ് സ്പേസിലല്ല അത് മറുപടി പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ എൻ്റെ വായിന്ന് പേരൊക്കെ വീണു ആകെ അലമ്പായി, എനിക്കതിൻ്റെ ആവശ്യമില്ല. മനസ്സിലായി? ആ ഒരു സ്പേസിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ മാക്സിമം അബ്സേർഡിറ്റി അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് പീപ്പിൾ നോ വാട്ട് ഐ എം സേയിങ്. ഡെഫിനറ്റ്ലി മെജോറിറ്റി ഓഫ് ആൾക്കാർ എന്നെ കാണുന്നവർക്ക് എന്നെ അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. അറിയാത്തൊരു ഫേസ് ഒന്നും അല്ല ഞാൻ വളരെ ഏർലി ഏജ് മുതൽ ചാനലിൽ എൻ്റെ ഫേസ് കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ ഒരു സ്പേസ് മുതൽ ഇങ്ങോട്ട് എന്നെ നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരാണ്. ദെൻ വൈ ഷുഡ് ഐ ജസ്റ്റ് മാനിപ്പുലേറ്റ് എനിവൺ വിത്ത് മൈ ഓൺ തോട്ട്സ്? അല്ലെങ്കിൽ എനിക്ക് അതിനകത്തൊന്നും ബെനിഫിറ്റ് ഒന്നും ഇല്ല. ആർക്കും ബെനിഫിറ്റ് ഇല്ലല്ലോ ഇതൊന്നും. എക്സ്പ്രഷൻ ഓഫ് ഇമോഷൻസോ ഐഡിയോളജിയോ ഒക്കെ അല്ലേ ഇത്. സോ ഐ തിങ്ക് എവറി വൺ ഡിസേർവ് റെസ്പെക്ട്, മീ ടു. ആൻഡ് ഡെഫിനറ്റ്ലി ദീപക് ഓർ ഷിംജിത എല്ലാവർക്കും റെസ്പെക്റ്റ് അവർ അർഹിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, അവരുടേതായ രീതിയിൽ. അതിനാരും വക്താക്കളല്ല. നിനക്ക് ആവശ്യമില്ല, നീ ഇങ്ങനത്തോള്, അവൾ അങ്ങനത്തോള്, അങ്ങനെ പറയുന്ന ആൾക്കാരെയൊക്കെ ഞാൻ പുച്ഛിക്കാൻ പോലും എനിക്ക് തോന്നില്ല. കാരണം പുച്ഛം വലിയൊരു വികാരമാണ്. അതിനൊക്കെ എങ്ങനെ കൊടുക്കാൻ പറ്റും? പുച്ഛം ഇസ് എ ഹെവി വികാരം. സോ ഇഫ് ഐ ത്രോ ദാറ്റ് പുച്ഛം ടു യു, നിങ്ങൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടാവും. എനിക്ക് അതുപോലും ഇല്ല. നിങ്ങളോടൊക്കെ എനിക്ക് സ്നേഹമാണ്, സമാധാനവും സന്തോഷമാണ്. ഇനിയും ട്രോളുക, ഇനിയും പൈസ ഉണ്ടാക്കുക, ഇനിയും പൈസ ഉണ്ടാക്കി ജീവിക്കുക. അതാണ് ഞാൻ പറയുന്നത്. കേരള ജനതേനെ കൊണ്ട് ആഘോഷമായി പൈസ ഉണ്ടാക്കി ജീവിക്കണം ദൈവമേ. എനിക്ക് കുറേ നാളിലൂടെ എനിക്കത് പറ്റണേ. കുറേ കോൺട്രവേഴ്സിയിലൂടെ ഞാൻ വരാം. പക്ഷെ എനിക്ക് പുരുഷന്മാരോട്, അല്ല ഇവിടെ പുരുഷന്മാർക്ക് ഇവിടെ എനിക്ക് വല്ല വിരോധം ഉണ്ടെന്ന് തോന്നിയോ? കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ ഒരു 10-15 വർഷം മുമ്പുള്ള ഒരു റിലേഷൻഷിപ്പ്, ഞാൻ അവനായിട്ട് അടിയായി, കേസൊക്കെ ആയി, ഫുള്ള് മീഡിയയിലൊക്കെ വന്ന കേസ്. ഞാൻ മീഡിയയിൽ വർക്ക് ചെയ്യായിരുന്നു, അവിടെ നിന്ന് തന്നെ പുറത്താക്കുന്നുണ്ട്. ജയ്ഹിന്ദിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ടിരുന്ന സമയത്ത്
പേപ്പറിലൊക്കെ വരുന്നു, അവതാരിക കേസ് കൊടുത്ത് മോഡൽ പീഡിപ്പിച്ചു എന്തോ മറ്റേ പ്രോമിസ് ടു മാരി കേസാണ് കേട്ടോ. നമ്മളൊന്നും അറിഞ്ഞില്ല, പുറത്തായി. ഞാൻ അതിനുശേഷം യൂറോപ്പിലേക്ക് ഒളിച്ചോടി പോയിട്ടോ. അപ്പോൾ ഇവനും പ്രശ്നമോ മോഡലൊക്കെ ആയിരുന്നു. ഭയങ്കര കേസ് ഇങ്ങനെ നടക്കുക. അപ്പം ഞാൻ വേറെ എന്തോ എനിക്കൊരു അബ്യൂസ് ഉണ്ടായി കേസ് കൊടുക്കാൻ പോയപ്പം അതിനകത്ത് എന്തോ കമ്മ്യൂണിറ്റി പ്രശ്നമൊക്കെ പറഞ്ഞ മറ്റേ റൈറ്റ് വിങ് ലെഫ്റ്റ് വിങ് എല്ലാം കൂടെ ഇടപെട്ട് എന്നോട് പറഞ്ഞത് ലവ് ജിഹാദാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കൺഫ്യൂസ്ഡ് ആയി. നീ ലവ് ജിഹാദാണോ? അപ്പം ഞാൻ ചെറുപ്പക്കാരനെ വിളിച്ചു ചോദിക്കുന്നു, നീ എന്നെ മതം മാറിയില്ലേ, കല്യാണം കഴിക്കില്ലേ? അപ്പോൾ ചെറുപ്പക്കാരൻ പറഞ്ഞു, അതിപ്പോൾ വീട്ടിലൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ മാറാവുന്നല്ലേ പറഞ്ഞത്. ഓഹോ, അപ്പം നീ കിട്ടില്ലല്ലേ? അവിടുന്ന് മാറി. പിന്നെ റൈറ്റ് ഓഫ് ലൈക്ക് ദിസ് കമ്മ്യൂണിറ്റി ആയി. They just said like, no, this is happening. അവൻ അത് മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് പറഞ്ഞാൽ അവൻ കൺഫ്യൂസ്ഡ് ആവുന്നു. നമുക്ക് അത്ര പ്രായമൊന്നുമില്ല മനസ്സിലാക്കാൻ. വി ഹാഡ് എ ഫൈറ്റ് ആൻഡ് ഐ ഫയൽഡ് എ കേസ്. ആ കേസ് 9 വർഷം പോയി. 9 വർഷത്തിന് ശേഷം അവൻ എന്നെ വിളിച്ചിട്ടടി ക്ഷമിക്കണം, അന്നൊരു ക്ഷമ പറഞ്ഞാൽ തീരുന്ന കേസുകളൊക്കെ ഉള്ളായിരുന്നു, നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇറ്റ് റീച്ച്ഡ് ഹിയർ. അവൻ കല്യാണം കഴിച്ചു, ഞാനും സെറ്റിലായിരുന്നു അന്നൊരു ജർമ്മനുമായിട്ട്. അപ്പോൾ അവനോട് കേസ്, ഞാൻ അവനോട് കേസ് വിഡ്രോ ചെയ്യാം. ക്ഷമ പറഞ്ഞാൽ പിന്നെ അപ്പോൾ പോകുകയല്ലേ, അവൻ്റെ വണ്ടി എടുക്കുന്നു, ഞാൻ അവനോട് കയറുന്നു. കേസ് വിഡ്രോ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പോകുന്നു. 9 വർഷം കഴിഞ്ഞ് കേസ് വിഡ്രോ ചെയ്യുന്നു, തിരിച്ചു വരുന്നു. അപ്പോഴും കുറച്ച് ഇതുണ്ട്, പ്രശ്നങ്ങളുണ്ട് അവൻ്റെ ഫാമിലിയൊക്കെ ആയിട്ട് ഇങ്ങനെയുള്ള പ്രശ്നത്തിൽ. ബട്ട് ഈ ചർച്ചയ്ക്ക് പോയപ്പോൾ എൻ്റെ കുഞ്ഞിനെ ബേബി സിറ്റ് ചെയ്തത് അവനാണ്. അത്രയും നല്ല ബന്ധം ഞങ്ങളുടെ ഇടയിലുണ്ട്. ഇത്ര വർഷങ്ങളായി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നു, ഇടപെടുന്നു. ഇപ്പം ഞാൻ താമസിക്കുന്നു, ഇത്ര സ്ത്രീകളെ എനിക്കറിയാം ഈ പറയുന്ന കൊച്ചിയിൽ. ഞാൻ താമസിക്കുന്ന ഒരു പുരുഷൻ്റെ വീട്ടിലാണ്. അവിടെ 3 പുരുഷന്മാരാണുള്ളത്, 2 ജിമ്മന്മാരും വേറൊരു മനുഷ്യർ വ്ളോഗറും. അവരുടെ അടുക്കലാണ് ഞാൻ താമസിക്കുന്നത്. ഒരു മനുഷ്യൻ റൂമിന് വെളിയിലാണ് കിടക്കുന്നത്, ഞാനാണ് എൻ്റെ കുഞ്ഞിനെ കൊണ്ട് ആ റൂമിൽ കിടക്കുന്നത്. സോ ഈ സ്പേസുകളിലൊക്കെ ഞാൻ അങ്ങനെയാണ് പുരുഷ വിരോധിയാവുന്നത്. അതിന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ നാട്ടിലുള്ള എല്ലാ പിള്ളേരും ഞാനൊരു ചിൽ കമ്പനിയാണ്. ഞങ്ങളെല്ലാവരും ഭയങ്കര ഓണാണ്, ഭയങ്കര സ്നേഹമാണ്, ആഘോഷമായിട്ട് പോകുന്നു. മോസ്റ്റ്ലി എൻ്റെ കൂടെ എല്ലാ ആൺകുട്ടികളായിരിക്കും ഉണ്ടാവാറുള്ളത്. നമ്മൾ പെൺകുട്ടികളില്ല എന്നല്ല, ബട്ട് ദേ ഹാവ് ദർ സ്പേസ്, യുനോ. മോസ്റ്റ്ലി ഒരു പെൺകുട്ടി റിലേഷൻഷിപ്പിലൊക്കെ ആകുമ്പോൾ അവിടെ അങ്ങ് പോകും, കമ്മിറ്റഡ് ആയിട്ട്. പിന്നെ അവരെ കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല. ഞാനാകെ ഡെസ്പൊക്കെ ആയി പോയിട്ടുണ്ട്. യോദയം ഇനി ഭർത്താവിന് എന്നെ ഇഷ്ടമല്ലെങ്കിലും, എടി അത് വേണ്ട, അവളുമായിട്ടുള്ള കൂട്ട് വേണ്ടെന്ന് പറയുമ്പോഴത്തേന്, എടിയെ നീ വീട്ടിൽ ഒന്നും വരണ്ട കേട്ടോ, ചേട്ടന് ഇഷ്ടമല്ലെന്തോ, ഇങ്ങനെ പറഞ്ഞ ആൾക്കാർ വരെ ഉണ്ട്. ഞാൻ ചാന്താടി, അല്ല നിന്റെ സ്വാതന്ത്ര്യം കാണുമ്പോൾ ഇനി ഞാനും വഴിതെറ്റിപ്പോ. ഞാൻ എന്റെ കുറച്ചോനെ അങ്ങനെ ഡൽഹിയിലൊരു വീട്ടിൽ അത് വളരെ ലിബറൽ സ്പേസിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം I'm not judging anybody or like, and I'm not criticizing completely. I'm no one to do that actually. I have some opinion and I have some experience and I have some idea. ബാക്കി എല്ലാ നോളജും എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ പ്രത്യേകിച്ച് കണക്കുകളൊന്നും ഞാൻ ഫീഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ എന്ത് സംഭവിച്ചു ഈ സമൂഹത്തിൽ എന്നുള്ളത് ഫീഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട് സ്ത്രീ എന്ന് പറയുന്ന ഒരു സ്പേസിനെ നമ്മൾ അഡ്രസ്സ് ചെയ്ത് തുടങ്ങിയെന്നും അങ്ങനെ നിയമങ്ങൾ വന്നു എന്നുള്ള കാര്യത്തിനും ആർക്കും കൺഫ്യൂഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എവിടെയാണ് നമുക്ക് ഈ കൺഫ്യൂഷൻ? എവിടെയാണ് വേർ യു ഹാവിങ് ദിസ് ബയസ്? നമ്മൾ തന്നെ നമ്മുടെ ചിന്തകളെ ചോദ്യം ചെയ്യുന്നത് എവിടെയാണ്? അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. എന്നെ ക്വസ്റ്റ്യൻ ചെയ്താൽ ഞാൻ മറുപടി എന്നും തയ്യാറാണ് തരാൻ. 1000 വർഷം നിങ്ങൾ എന്നോട് ഇതേ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഇതേപോലെ ഞാൻ മറുപടി ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ അതാണോ വേണ്ടത് അതോ ജസ്റ്റ് യുനോ കുറച്ചൊരു സ്പേസ് കൊടുത്തൊന്ന് ചിന്തിച്ചൂടെ? വേറെ പോലെ ഒന്ന് ചിന്തിക്കുന്നതിന് എന്താ കുഴപ്പം? വ്യത്യസ്തരായ മനുഷ്യരൊക്കെ ഉണ്ടാവട്ടെന്നേ. എന്ന് വെച്ചാൽ ബോറടിച്ച് ഇറങ്ങിയില്ലേ എല്ലാവർക്കും? ചുമ്മാ എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ. ഞാൻ പറഞ്ഞ അടുത്ത ജനറേഷൻ ഇങ്ങനെ പൊളിച്ചടിക്കും. എല്ലാവരും കുറച്ച് ഓണായിട്ട്, കുറച്ച് യുനോ റെസ്പെക്റ്റിന് വേറെ തലങ്ങളൊക്കെ വരേണ്ട സമയം കഴിഞ്ഞു. ദിസ് ഈസ് നോട്ട് വാട്ട് ഇറ്റ് ഈസ്. ഒരു അക്സെപ്റ്റൻസും ഈ ഉൾക്കൊള്ളലിനൊക്കെ ലിമിറ്റുണ്ട് നമ്മുടെ അടുക്കൽ. ആക്സെപ്റ്റൻസിന് ലിമിറ്റാണ്, ഭയങ്കര ലിമിറ്റേഷൻ വെച്ചിട്ടാണ് എല്ലാ സാധനങ്ങളും ചെയ്യുന്നത്. ഇത്ര മതി അവൾക്ക്, അല്ലെ ഇത്ര മതി അവന്, ഇത്ര മതി. അങ്ങനല്ല, ഞാനാണ്, എനിക്കെല്ലാം ഉൾക്കൊള്ളാൻ പറ്റും. എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ പേഴ്സണൽ സ്പേസിലോട്ട് വലിച്ചു വെക്കണോ വേണ്ടെന്ന് തീരുമാനിക്കാം, അത് വേറെ. പക്ഷെ ഉൾക്കൊള്ളുക എന്ന് പറയുന്നൊരു വേറൊരു കാര്യമാണ്. ഞാൻ ഈ പറയുന്നതിനെയും എൻ്റെ അഭിപ്രായങ്ങളെയും മുഖവിലേക്ക് എടുക്കണ്ട, പക്ഷെ ഒരു സ്പേസ് തരാം, അങ്ങനെ ഒരു സ്പേസ് ഉണ്ടാവാമെന്ന് ചിന്തിക്കാമല്ലോ. ഒരു പോസിബിലിറ്റി, അല്ലെ പ്രോബബിലിറ്റി തിയറിയെങ്കിലും വെച്ചിട്ട് എപ്പോഴെങ്കിലും വീഴുമെന്ന് വിചാരിച്ചൂടെ? അത്രയും പോലും ഇല്ല എന്നുള്ളതാണ്. അത്രയും നികൃഷ്ടമായിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കേണ്ട ആവശ്യം എന്താണെന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് ഫീൽ ബാഡ്. I feel bad when my personal space says like, you know, you're doing something wrong. അല്ലാതെ എനിക്ക് എൻ്റെ ഒരു പബ്ലിക് മൊത്തം എന്നെ അറ്റാക്ക് ചെയ്താലൊന്നും എനിക്ക് ബാധിക്കാറില്ല. ബട്ട് വളരെ പേഴ്സണൽ സ്പേസ്, ഇപ്പോൾ എൻ്റെ ബ്രദർ എന്നോട് പറയല്ലേ, അമ്മ പറയാണ്, ഒദിയ യു ആർ നോട്ട് ഡൂയിങ് റൈറ്റ്, യു നോ യു ഡൂയിങ് റോങ്. ദെൻ ഐ വിൽ തിങ്ക്, ബിക്കോസ് അവർക്ക് എന്നെ അറിയാം. അപ്പോൾ അവരെന്നെ ചോദ്യം ചെയ്യണമെങ്കിൽ റീസൺ ഉണ്ട്. സോ ഐ ഹാവ് ടു തിങ്ക് ട്രൈസ് ടു ഡൂ സംതിങ്. അല്ലാതെ അവരെ പേടിച്ചിട്ടല്ല. ഇത്ര അറിയാവുന്ന ആൾക്കാർ എന്തുകൊണ്ടായിരിക്കും എന്നെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. സോ ഐദർ എനിക്ക് എൻ്റെ കൂടെ താമസിക്കുന്ന ആളെ അറിയില്ല, അല്ലെങ്കിൽ അവർക്ക് എന്നെ അറിയില്ല, ഓർ
ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ട് അവർ മനസ്സിലാക്കിയിട്ട്. ഇങ്ങനെയാണ് ഞാൻ അതിനെ ചിന്തിക്കാൻ ശ്രമിക്കുന്നത്. അതിപ്പം താൻ പറഞ്ഞു തന്നാലും ഞാൻ അത് ആദ്യം മുതലേ പറയുന്നുണ്ട്, ഓക്കെ ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടോ പഠിപ്പീര്, അല്ലാതെ എന്നെ ചീത്ത വിളിച്ചാൽ ഞാൻ പഠിക്കില്ല, എന്നോട് ദേഷ്യപ്പെട്ടാൽ ഞാൻ പഠിക്കത്തില്ല. എൻ്റെ കുഞ്ഞിനോട് ഒരു കാര്യം മര്യാദയ്ക്ക് പറഞ്ഞാൽ കേൾക്കും, അല്ല നമ്മൾ ദേഷ്യപ്പെടുവാണെങ്കിൽ അവൾ കരയും. അപ്പോൾ എല്ലാവരും ചോദിക്കും എന്തിനും ഇത്രയും ചെറിയ ദേഷ്യപ്പെടലിന് കരയുന്നത്? ആ കുട്ടിക്ക് ആ ദേഷ്യപ്പെടലിൻ്റെ ആവശ്യം പോലും ഇല്ല. ജസ്റ്റ് സേ ഇറ്റ്, ഷീ വിൽ ഡു ഇറ്റ്. അത് മനസ്സിലാക്കാൻ എനിക്ക് സമയമെടുത്തു. മനസ്സിലായോ? I took time to understand that. Maybe അവളൊന്ന് സംസാരിച്ചു തുടങ്ങി 1 വർഷത്തിനുള്ളിലായിരിക്കും എനിക്ക് ഇതിൻ്റെ ഒരു ഐഡിയ തന്നെ മനസ്സിലായത്. ഓ ഇങ്ങനെയാണ് കശി പറയുന്നത്, ഇതാണ് മിസ്സിങ് എന്ന്. സോ വി ഷുഡ് ലേൺ മാൻ, വി ഷുഡ് ലേൺ, വി ഷുഡ് ഗ്രോ അപ്പ്. നമ്മളിങ്ങനെ വ്യത്യസ്തമായ മനുഷ്യരൊക്കെ ഉൾക്കൊള്ളും മാൻ. കമോൺ ചില്ല്. ഇതൊക്കെ ഭയങ്കര ഫ്രീ ആയിട്ട് ചിന്തിക്കാവുന്ന കാര്യങ്ങൾ. ഇത്ര വലിയ കോംപ്ലിക്കേഷൻ ഒന്നും അല്ല. ഞാൻ ഇത്രയും വലിയ സ്പേസുകളും ഇല്ല എനിക്കറിയാവുന്നത്. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ വിഷയത്തെക്കുറിച്ച് താൻ ചോദിക്കുന്നു, അതിൻ്റെ വിഷയങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ സംസാരിക്കുള്ളൂ. അല്ലാതെ നിയമഘടനയിൽ എന്തുണ്ടായി, പണ്ടത്തെ രാജ്യഘടനയിൽ എന്തുണ്ടായി, അല്ലെങ്കിൽ ഈ പറയുന്ന ഹിസ്റ്ററിയിൽ ഇതുകൊണ്ട് ഇന്ന ബുക്കിൽ ഇന്ന സാധനങ്ങൾ കോട്ട് ചെയ്ത് പറയാം, ഇന്ന ആൾക്കാർ ഇന്നത് ഇവിടെ ചെയ്തിരുന്നു, അല്ലെങ്കിൽ അംബേദ്കറും മറ്റേ ഗോഡ്സെ അല്ലെങ്കിൽ പറയുന്ന മഹാത്മാഗാന്ധി, രാജീവ് ഗാന്ധി ആയിരുന്നു, എല്ലാവരും ഞാൻ എടുത്തിടേണ്ടി വരും. മനസ്സിലായോ? അല്ലെ പറയുന്ന ഉള്ള പൊളിറ്റിക്കൽ സ്പേസോ ചാരിറ്റി സ്പേസുകളോ എല്ലാം എടുത്തിട്ട് വലിച്ചഴച്ച് എന്നാൽ എനിക്കറിയത്തില്ല. അത്ര ഇൻഫർമേഷൻ്റെ ഒക്കെ ആവശ്യം ഇതിനകത്തുണ്ടോ എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നില്ല. വാട്ട് ഓൾ ദ തിങ്സ് വാട്ട് വി ഫേസ്ഡ് ഇൻ ദിസ് കൺട്രി, ഇൻക്ലൂഡിങ് കേരള മാത്രമല്ല, ഞാൻ പറയുന്നത് ഇന്ത്യയിൽ ഒട്ടുക്കായിട്ട് നമ്മൾ ഇത്ര കാലാകാലങ്ങളോടെ എന്തൊക്കെ സ്പേസ് ചെയ്തു, ഏതൊക്കെ സ്പേസിനെയൊക്കെ ഫൈറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഇടയിൽ കമ്മ്യൂണൽ വാർ നടത്തി, ഇപ്പം ജെൻഡർ വാർ നടത്തി. ഇത് എന്തിനാണ് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയ ഒരു സ്പേസിലേക്ക് കൊണ്ടുവന്നത്? വേറെ എന്തൊക്കെ ചിന്തിക്കാനുണ്ട്? നെക്സ്റ്റ് ജനറേഷൻ്റെ ഒരു സ്പേസുകൾ മൊത്തം സ്കൂളെന്ന് പറയുന്നത് ഒരു ചോദ്യചിഹ്നമായിട്ടിരിക്കുന്ന സമയമാണ്. നമുക്ക് അതിനൊന്നും സമയമില്ല, അതിനൊന്നും ഒരു സ്പേസില്ല. എൻ്റെ വറി മുഴുവൻ അതാണ്. ഇനി അടുത്ത് വരുന്ന ജനറേഷന് നഷ്ടപ്പെട്ടു പോകുന്ന കുറേ സാധനങ്ങളുണ്ട്. വേറെ വി വിൽ ഫുൾഫിൽ ഇറ്റ്. എവിടെയാണ് നല്ലൊരു സ്കൂളുള്ളത് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നത്? ഇതൊക്കെ എൻ്റെ കൺസേൺ. അല്ലാതെ ദിസ് ഇസ് നോട്ട് മൈ, ഓണസ്റ്റ്ലി സ്പീക്കിംഗ്, ദിസ് ഇസ് നോട്ട് മൈ എക്സ്ട്രീം കൺസേൺ റൈറ്റ് നൗ. മെച്യൂറായൊരു പുരുഷൻ, മെച്യൂറായൊരു സ്ത്രീ, അവരവരുടെ മെച്യൂരിറ്റിയിൽ ചെയ്ത കാര്യങ്ങൾ, അവരുടെ പേഴ്സണൽ സ്പേസിൽ നടന്ന കാര്യങ്ങൾ അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് വരികയും ഈ പറയുന്ന ചെറുപ്പക്കാരൻ മരിക്കപ്പെടുകയും ചെയ്തപ്പോൾ തന്നെ ഇത് വേറൊരു രീതിയിൽ സ്പ്രെഡ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് സത്യം. അയാളുടെ മരണം ഇപ്പം നടന്നില്ലായിരുന്നുണ്ടെങ്കിൽ ഇത്രയും ഒരു സ്പേസ് നടക്കില്ലായിരുന്നു ഇവിടെ, ഓണസ്റ്റ്ലി. അതായത് മരണം ചെറിയ കാര്യം അല്ലാന്ന് ജനത അഡ്രസ്സ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് അത് അത്രയും വലുതായതെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അതിനെ ബഹുമാനിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. No, this is not the first time someone is dying. ഇങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ. നമുക്ക് കുറച്ചുകൂടെ ബോധമുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളുടെ നാട്ടിൽ ജനതയ്ക്ക് കുറച്ചുകൂടെ വിവരവും ബോധവും ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവർക്ക് തിരിച്ചും മറിച്ചും ചിന്തിക്കാൻ പറ്റും, സ്പേസുകളെ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് ഇപ്പോഴും എൻ്റെ വിശ്വാസം. സോ ലെറ്റ് ദം തിങ്ക് വാട്ട് എവർ ദേ ആർ തിങ്കിങ്, ഓർ ഹൗ ദേ ആർ അഡ്രസ്സിങ് മീ. ഐ എം റെഡി ടു ടേക്ക് ഇറ്റ് ബിക്കോസ് ഇറ്റ് ഇസ് ദെയർ റൈറ്റ് ടു ഡു ദാറ്റ്. ആൻഡ് ദ പ്ലേസ് വേർ I'm addressing, that is very sensitive. ഇപ്പം ഭയങ്കര സെൻസിറ്റീവ് ആയ ഒരു സ്പേസിലാണ് ഞാൻ അതിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള കൗണ്ടർ അറ്റാക്കുകളും ഉണ്ടാവും. ദാറ്റ് ഈസ് വെരി നോർമൽ ആൻഡ് ഐ ഡോണ്ട് മൈൻഡ്. I thank all the people to address me. That's it. ഓക്കെ, ലാസ്റ്റായിട്ട് ഞാനൊരു ക്വസ്റ്റ്യനിലൂടെ ഒന്നുകൂടി ചോദിക്കുകയാണ്. ഞാനിപ്പം തുടക്കത്തിൽ നമ്മുടെ ഇൻ്റർവ്യൂവിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ഫെമിനിസ്റ്റ് എന്നുള്ള ഒരു സംഭവത്തിലേക്ക്. ഇപ്പം ഐശ്വര്യ ആളുകൾ ഫെമിനിച്ചി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഈ ഒരു ഫെമിനിസ്റ്റ് അല്ലെങ്കിൽ അവരെ ഫെമിനിച്ചി എന്ന് വിളിക്കുക, അല്ലെങ്കിൽ അവരുടെ ആശയങ്ങളെ ഒരു മണ്ടനാശയങ്ങൾ എന്നൊക്കെ വിചാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ ഫെമിനിസ്റ്റാണ്, ഓക്കെ എന്നാൽ അവളെ നമ്മുടെ കൂട്ടത്തെ കൂട്ടണ്ട എന്നൊക്കെ പറയുന്നവരൊക്കെ ഉണ്ട്. അപ്പം ഐശ്വര്യയുടെ പോയിന്റിൽ എന്താണ് ഫെമിനിസം, ആൻഡ് ഫെമിനിസത്തെ ഇങ്ങനെ പുച്ഛിച്ച് കാണുന്നവരോട് എന്താണ് പറയാനുള്ളത്? ഇൻ ടോട്ടാലിറ്റിയിൽ എന്താണ് ഫെമിനിസം എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് അതിന് ഒരുപാട് സ്പേസുകളും റെഫർ ചെയ്യാനുള്ള സാധനങ്ങളുണ്ട്. എന്നാലും ഇപ്പോഴത്തെ ഒരു സമൂഹത്തിൽ അതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സ്പേസുകളുണ്ട്. ഒരുപാട് സ്ത്രീകളുണ്ട്, ഒരുപാട് സ്പേസുകളിലുള്ള സ്ത്രീകളുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാനും അതിന് മുന്നോട്ട് വരാൻ പറ്റാതും അവർക്ക് പറ്റുന്നൊരു ബാക്ക് ബോൺ ഇല്ലാത്ത സ്പേസുകളും. എന്ന് വെച്ചാൽ സ്ത്രീകൾ അങ്ങനെ തന്നെ ആയിരുന്നു. അതിനെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അവർക്കൊരു കൈത്താങ്ങായിട്ടായിരിക്കും, അവർക്കൊരു ഹെൽപ്പായിട്ടായിരിക്കും, അവർക്കൊരു ഡയറക്ഷനായിട്ടായിരിക്കും, അവർക്കൊരു ജീവനായിട്ടോ സപ്പോർട്ടായിട്ടോ ഒക്കെയുള്ള ഒരു സംഘടന തന്നെയാണ്, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനമാണ്, അല്ലെങ്കിൽ ഒരു മുന്നോട്ട് വന്ന ഒരു ആശയമാണ് ഫെമിനിസം എന്ന് പറയുന്നത്. ആ സ്പേസിന് അതിൻ്റേതായ റീസണുണ്ട്. സ്ത്രീകളുടെ ലിബറാലിറ്റി, അവരുടെ എഡ്യൂക്കേഷൻ, അവരുടെ ഉന്നമനം എന്നുള്ളൊരു സ്പേസിലാണ് അത് നിൽക്കുന്നത്. അത് ആവശ്യമുള്ളൊരു കാര്യമാണ്. ഫെമിനിച്ചി എന്നൊക്കെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസഹിഷ്ണുതയുടെ ഭാഗമായിട്ടാണ്. പിന്നെ സ്ത്രീകൾ ഇതിനെ ഭയങ്കര വേറൊരു രീതിയിൽ കാണുന്ന ആളുകളും ഉണ്ട്. അതായത് ഫെമിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് കാണുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷേ ഞാൻ ഇപ്പം അഡ്രസ്സ് ചെയ്തിരിക്കുന്ന എനിക്കറിയാവുന്ന ഒരു സീനിയർ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഉള്ള സ്പേസിൽ അവരൊക്കെ അതിനെ കാണുന്നത് നിയമപരമായി എന്തൊക്കെയാണ് സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുള്ള സ്പേസുകളുള്ളത്, അല്ലെങ്കിൽ അതിനെയൊക്കെ എങ്ങനെ അഡ്രസ്സ് ചെയ്യാം,
അതിൻ്റെ നൂലമാലകൾ എങ്ങനെ അഴിക്കാം, അല്ലെങ്കിൽ സ്ത്രീകൾ ഇപ്പോൾ സമൂഹത്തിൽ എന്തൊക്കെയാണ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വർക്ക് സ്പേസുകളിൽ അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്ന ഓർഗനൈസേഷൻ്റെ അണ്ടറിലുള്ള പ്രഷറുകൾ, മാനിപ്പുലേഷനുകൾ, ഇതൊക്കെയാണ് അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾക്ക് ഈ ഭയങ്കര വൾണറബിൾ ആയിട്ടും വീക്കായിട്ടുള്ള ഒരു സ്പേസിൽ തന്നെയാണ് സ്ത്രീ ഇപ്പോഴും നിൽക്കുന്നത്. എത്ര ആൾക്കാർ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്ന പരിപാടി അത് കഴിഞ്ഞിട്ടില്ല. നമ്മൾ ആരോടാണ് ഈ കള്ളം പറയുന്നത് സ്ത്രീകൾ മേലെയാണെന്ന്? ഇല്ല, സ്ത്രീകൾ ഇപ്പോൾ ഒരു വോയിസ് റേസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ പറയുന്ന ആളുകൾ എത്ര പേരാണ് പുറത്ത് വന്നു കഴിഞ്ഞാൽ ശരിക്കും ഒന്ന് വഴക്കുണ്ടാക്കാൻ പറ്റുന്ന? ആരുമില്ല. ചിലപ്പോൾ പേടിക്കുന്ന സ്ത്രീകൾ, ഭയങ്കര വൾണറബിലിറ്റി ഉള്ള സ്ത്രീകളൊക്കെ ആയിരിക്കും വലിയ വിപ്ലവം എഴുതുന്നത്. സോ അത് ആ വാക്കുകളിലൂടെ വരാനുള്ള സ്പേസ്, ഇതൊക്കെ ഉണ്ടാവാനുള്ള കാരണം ഇങ്ങനൊരു സംഘടന തന്നെയാണ്. ഫെമിനിസം അത്ര ചെറിയ കാര്യമല്ലല്ലോ. അത് കമ്മ്യൂണിസത്തെ പോലെ തന്നെ ഒരു സ്പേസിനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഇസങ്ങളൊക്കെ ഉണ്ടായത്? എന്തിനാണ് അതിന് ഒരു സ്പേസിൻ്റെ ഒരു ടൈമിൻ്റെ റിലവൻസിനനുസരിച്ചാണ്. കമ്മ്യൂണിസം ഒന്നും അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞാൽ ആ കാലങ്ങളിൽ തന്നെ നിലനിന്ന് പോയിക്കൊണ്ടിരിക്കുക. അത് തന്നെയാണ് ഇപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അല്ലാതെ കമ്മ്യൂണിസത്തെ അടച്ചാക്ഷേപിക്കാനും എനിക്ക് പറ്റത്തില്ല. പക്ഷെ അത് അപ്ഗ്രേഡ് ചെയ്യപ്പെടാത്തൊരു നിയമ സംഘടനയായിട്ട് ഇപ്പോഴും അല്ലെ സംഗീതമായിട്ട് ഇപ്പോഴും നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഫെമിനിസം ഇസ് ലൈക്ക് കാലത്തിൻ്റെ സത്യമായിട്ടും ആവശ്യമാണ്. അതിൻ്റെ ആവശ്യം കഴിഞ്ഞിട്ടില്ല പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ. ഇപ്പൊ US ആണെങ്കിൽ ഇതൊരു 60 years മുമ്പാണ് ഇങ്ങനൊരു മൂവ്, ഇങ്ങനൊരു കാര്യങ്ങളൊക്കെ നടന്നതെന്ന് പറയാം. മനസ്സിലായോ? ദേ ആർ ജസ്റ്റ് സ്റ്റിൽ സ്ട്രഗ്ലിങ്. അവിടെയൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു എല്ലായിടും. അല്ലാതെ നമ്മുടെ ഇന്ത്യ മാത്രമല്ല ഇങ്ങനെ ഒരു സ്പേസിൽ നിന്നത്. സ്ത്രീകൾക്ക് ഇങ്ങനെയുള്ള ഡിസ്ക്രിമിനേഷൻ എല്ലായിടും ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഇന്നത് ചെയ്യേണ്ടതാണ്. ശരിയാണ്, സ്ത്രീ ഒരു പുരുഷൻ്റെ ജീവിതത്തിൽ ഇന്ന റോള് ചെയ്യാൻ അവർക്കൊരു സ്പേസ് ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. പുരുഷനും ഉണ്ട്. അതൊരു ബാലൻസിൻ്റെ ഭാഗമായിട്ടാണ്, എനർജി ബാലൻസ്, ഗിവ് ആൻഡ് ടേക്ക് സ്പേസ് എന്നൊക്കെ പറയുന്നത്. അതിനപ്പുറത്തേക്ക് സ്ത്രീക്ക് വേറെ കുറേ കാലിബർ, സ്പേസ്, കപ്പാസിറ്റി ഒക്കെ ഉണ്ട്. ഇഫ് ഐ വോണ്ട് ടു ബി എ ബോക്സർ, ഐ ഷുഡ് ബി എ ബോക്സർ. If I want to be a gymnastic, I want to be a gymnastic. I want to be a cricketer. I want to be that. You should not question. അത്രേ ഉള്ളൂ. ഇത് ആ സ്പേസ് പുരുഷന് ആൺകുട്ടി പറയുന്ന പോലെ തന്നെ സ്ത്രീ അത് പറയുമ്പോൾ അപ്പം തന്നെ അത് ഓക്കെ ആവണം. അല്ലാതെ ഈ ഡബിൾ തോട്ട് ഉണ്ടായിട്ടല്ലേ ഇനി ഇവളെ കെട്ടിച്ചുവിടണം, അല്ലെ അവൾ അങ്ങനെ പോകണ്ട, ആ സാധനം അത്ര ഞാൻ പറയുന്നുള്ളൂ. ഇതൊക്കെ നിലനിൽക്കുന്നുണ്ട്. ദെൻ വേർ വി ആർ റിജക്റ്റിംഗ്. ആരോടാണ് കള്ളം പറയുന്നത്? ഞാൻ തന്നോടോ അതോ താൻ എന്നോടോ അതോ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കള്ളം പറയുന്നു? ഐ ഡോണ്ട് നോ. നമുക്കതിൻ്റെ ആവശ്യമില്ല. ഞാൻ പറയുന്നത് ഫെമിനിസം ആവശ്യമാണ്. ഞാൻ റെസ്പെക്ട് ചെയ്യുന്നൊരു സ്പേസ് തന്നെയാണ്. ബാക്കി എല്ലാ ഐസങ്ങളെ പോലെ തന്നെ അത് ഭയങ്കര ഇപ്പം ഒരു ജാതി, ഒരു മതം, ജാതിനെ ഞാൻ പറയില്ല, പക്ഷെ മതം ഒരു സ്പേസിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ആചാരങ്ങൾ, അല്ലെങ്കിൽ ആൾക്കാർ അമ്പലത്തിൽ പോകുന്നു, പള്ളിയിൽ പോകുന്നു, മോസ്കിൽ പോകുന്ന ആളുകൾ, സാധാരണ കുറേ ജനങ്ങൾക്ക് അത് അവർക്ക് ആവശ്യമാണ്. അതില്ലാണ്ട് അവർക്ക് ജീവിക്കാൻ വേറെ ഒന്നുമില്ല. നമുക്ക് അവർക്ക് ഐസ്ക്രീം നീ കഴിക്കണ്ട, നിനക്ക് ഹെൽത്തിന് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കാൻ ഒരു കക്കരി ഉണ്ടാവണം എൻ്റെ കയ്യിൽ, മനസ്സിലായി? അല്ലെങ്കിൽ ഒരു പഴം ഉണ്ടാവണം. അതില്ല. എന്നിട്ടാണ് ഞാൻ അവൻ്റെ ഐസ്ക്രീം വാങ്ങിക്കുന്നത്. നിന്റെ കയ്യിലുള്ളത് മൊത്തം പിടിച്ചു പറിച്ചിട്ട് തിരിച്ചു തരാനുള്ള സാധനം എനിക്ക് വേണ്ടേ? അതെന്താ ഉള്ളത്? പ്രാക്ടീസ് ഡെയിലി. അങ്ങനെ പ്രാക്ടീസ് ഇല്ല ഇവിടെ. അപ്പോൾ അവർ ഫോളോ ചെയ്യുന്ന സാധനങ്ങൾ ഒരാളുടെ മണ്ടയിലേക്ക് അടിച്ചേപ്പിക്കും, വേറൊരാളുടെ മണ്ടയിലേക്ക് അടിച്ചേപ്പിക്കുമ്പോഴാണ് അതിന് പ്രശ്നം ഉണ്ടാകുന്നത്. അത് എൻ്റെ മാത്രം പ്രാക്ടീസ്. ഞാൻ രാവിലെ എഴുന്നേറ്റ് എഴുതുന്ന ഒരാളാണ്, എൻ്റെ റിച്വലാണ്. ഞാൻ രാവിലെ ചിലപ്പോൾ ഒരു വിളക്ക് എത്തിക്കുന്ന ആളായിരിക്കും, അതെൻ്റെ റിച്വലാണ്. ചിലപ്പോൾ മുറ്റം അടിക്കുന്ന ആളാണ്, കുളിക്കുന്ന ആളാണ്, യോഗ ചെയ്യുന്ന ആളാണ്, ചിലപ്പോൾ ചാൻഡ് ചെയ്യുന്ന ആളായിരിക്കും. ദിസ് ഇസ് ഓൾ മൈ റിച്വൽ. ഇറ്റ്സ് എ പ്രാക്ടീസ്. ഡെയിലി ലൈഫിൻ്റെ നമ്മുടെ ഒരു പ്രാക്ടീസാണ്. അതെല്ലാവരും ചെയ്യുന്നുണ്ട്. അത് നമ്മളുടെ ജീവിതത്തിൽ നിന്ന് മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് പോകുമ്പോഴാണ് അതിന് പ്രശ്നം ഉണ്ടാകുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഫെമിനിസവും കമ്മ്യൂണിസവും ബാക്കി എല്ലാ ഇസങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്. അതിൻ്റെതായ രീതിയിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ റെസ്പെക്ട്ഫുള്ളായൊരു സ്പേസ് സമൂഹത്തിലുണ്ടാവും. അത് വേറൊരു സ്പേസിനെ ക്രോസ് ചെയ്യുന്നു എന്ന് തോന്നുമ്പോഴാണ്, അതിപ്പോൾ സ്ത്രീയായാലും പുരുഷനാണ്, വേറൊരു ജെൻഡർ ആണെങ്കിലും ശരി, തേർഡ് ജെൻഡർ ആണെങ്കിലും ശരി, ഇതെല്ലാം അങ്ങനെ തന്നെയാണ്. ഡോണ്ട് ക്രോസ് ദാറ്റ്. സ്പേസ് അറിഞ്ഞിട്ട്, നിലപാട് അറിഞ്ഞ്, നമ്മുടെ ബൗണ്ടറി ഒക്കെ അറിഞ്ഞിട്ട് നമ്മൾ നിൽക്കാൻ പഠിക്കണം. എൻ്റെ ഒരു തീരുമാനം, എൻ്റെ ചിന്തകൾ എൻ്റെ ആണെന്നും നിങ്ങൾക്കുണ്ടാകുന്ന ചിന്ത അത് നിങ്ങളുടെ ആണെന്നും ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടല്ല നിങ്ങൾക്ക് തരുന്നതെന്നും ചിന്തിക്കാനുള്ളൊരു ബോധം ഉണ്ടാവണം. അത്രേ ഉള്ളൂ. തൻ്റെ ചിന്തയിലാണ് താൻ എന്നോട് ചോദ്യം ചോദിക്കുന്നത്. ഞാൻ പറയുന്നൊരു കാര്യം തനിക്ക് മനസ്സിലാവുമ്പോൾ താൻ യെസ് എന്ന് പറയും, മനസ്സിലായില്ലെങ്കിൽ താൻ വീണ്ടും ചോദിക്കും. എന്നിട്ട് ഞാൻ മറുപടി പറയുമ്പോൾ തനിക്കത് മനസ്സിലായില്ല താൻ എന്ന് പറയും, എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നൊരു ഏരിയ അല്ല, ഞാൻ മനസ്സിലായില്ല, അല്ലെങ്കിൽ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. അല്ലാതെ താൻ പറയുന്ന മുഴുവൻ തെറ്റാണ്, എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ടെന്ന് പറയാൻ തനിക്ക് പറ്റില്ല. താൻ പറയുന്നത് തെറ്റാണെന്ന് എനിക്കും പറയാൻ പറ്റില്ല, കാരണം എനിക്കത് മനസ്സിലാവാത്തതുകൊണ്ട്. പക്ഷെ മനസ്സിലാക്കിയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുക, ഇവിടെ താൻ പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്, അതിന് ഇന്നത്തെ പ്രശ്നങ്ങളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫെമിനിസം എന്നല്ല, എന്ത് ഇസങ്ങളാണെങ്കിലും ശരി, അതിൻ്റെതായ ആവശ്യങ്ങൾക്ക് ആ സമയങ്ങളിൽ, ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായതാണ്. അപ്ഗ്രേഡ് ചെയ്യപ്പെടേണ്ട സ്പേസുകൾ അപ്ഗ്രേഡ് ചെയ്യപ്പെടണം. പിന്നെ ഇതൊക്കെ പെട്ടെന്നൊരു സമയത്ത് അതൊന്നും ഇല്ലാണ്ടാക്കേണ്ടയോ അങ്ങനെയൊന്നുമല്ല. കാലാകാലങ്ങളായി അതിൻ്റെ ആവശ്യങ്ങൾ കഴിയുന്നതനുസരിച്ച് ഇതൊക്കെ ഡിസോൾവ് ആകുന്നതാണ് എല്ലാ സ്പേസുകളും. അപ്പോൾ അതിനുവേണ്ടി സമയം കൊടുക്കുക. അല്ലാതെ റഷ് ചെയ്ത് സ്ത്രീകൾക്ക് കൂടുതൽ സ്പേസ് കിട്ടുന്നു, അതിലൊക്കെ അഭിമാനിക്കുമല്ലോ പുരുഷന്മാർ ചെയ്യേണ്ടത്. അതിനെ സപ്പോർട്ട് ചെയ്യുക, അതിനെ ബാക്കപ്പ് ചെയ്യുകയാണ് പുരുഷന്മാർ ചെയ്യേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം സ്ത്രീകൾക്ക് ഇങ്ങനെ എത്ര പ്രധാനമന്ത്രിമാരുണ്ട് നമുക്ക്?
സ്ത്രീകളായിട്ട് വളരെ കുറച്ചേ ഉള്ളൂ അല്ലേ, ഒരാളും. എത്ര മുഖ്യമന്ത്രിമാർ നമുക്ക് വളരെ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ അല്ലേ. അപ്പോൾ അതിനൊക്കെയുള്ള സ്പേസുകളൊക്കെ എനിക്ക് തോന്നുന്നു പുരുഷന്മാരെ അഡ്രസ്സ് ചെയ്യുകയും പ്രൊമോട്ട് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക, അവരുടെ കൂടെ നിൽക്കുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണം. ബിക്കോസ് വി ആർ ഇൻ എ പ്ലേസ് ദാറ്റ് വി ഹാവ് ടു ബാലൻസ് ഈച്ച് അതർ ആൻഡ് റെസ്പെക്ട് ഈച്ച് അതർ. അതിന് ഇസങ്ങളൊക്കെ നിലനിൽക്കട്ടെ, ആ ഇസങ്ങളെയൊക്കെ സെപ്പറേറ്റ് ചെയ്ത് പേഴ്സണൽ സ്പേസിനെ സെപ്പറേറ്റ് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ പുട്ടപ്പിന്ന് ഞാൻ പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. കാരണം ഞാൻ ഇതിന് മുന്നേ ഐശ്വര്യ രാധാലക്ഷ്മി എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചതും ഇപ്പോൾ എന്നോടൊപ്പം കുറച്ച് നേരം സംസാരിക്കുമ്പോൾ ഹ്യൂജ് ഡിഫറൻസ് ഉണ്ട് രണ്ടുപേരും തമ്മിൽ. ഒരുപാട് സന്തോഷം ഇത്രയും. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.